എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സസ്യത്തിന്റെ പേരാണ് മലങ്കാര അല്ലെങ്കിൽ കാരച്ചുള്ളി. കാറ്റുനാരേകം സ്പിനോസ എന്നതാണ് ഈ സസ്യത്തിന്റെ ശാസ്ത്രീയ നാമം. കാപ്പി കുടുംബമായ റൂബിയേസി കുടുംബത്തിലെ ഇക്സോറോയിഡ് ഉപകുടുംബത്തിലെ സസ്യമാണിത്. സാധാരണ പാറക്കെട്ടുകൾ, പർവ്വത പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇതിന്റെ ഇലകൾ വലിപ്പം കുറവും ദീർഘവൃത്താകൃതിയിലുമാണുള്ളത്. ഇലകൾ നല്ല പച്ചപ്പാർന്നതും നാടികൾ തെളിഞ്ഞു കാണാവുന്നതുമാണ്. ഇത് പുഷ്പിക്കുന്ന ഒരു സസ്യമാണ്. ഈ കാണുന്നതാണ് അതിന്റെ മൊട്ടുകൾ. ഓരോ ചില്ലയുടെ അഗ്രഭാഗത്ത് ഓരോ മൊട്ടുകൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. മഞ്ഞ നിറത്തിലുള്ള മൊട്ടുകളാണ്. പൂക്കളും മഞ്ഞ നിറത്തിലായിരിക്കും. ഈ സസ്യം ഏകദേശം ഒരു 5 മീറ്ററോളം ഉയരം വയ്ക്കുന്ന ഒരു സസ്യമാണ്. പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു സസ്യമാണിത്. ഈ കാണുന്നതാണ് ഈ സസ്യത്തിന്റെ പൂക്കൾ. സാധാരണ വലിപ്പം കുറവായിരിക്കും. ഓരോ ചില്ലകളിലും ഓരോ പൂ മാത്രമേ കാണുന്നുള്ളൂ. ഈ കാണുന്നതാണ് ഈ സസ്യത്തിന്റെ മുള്ളുകൾ. കൂർത്തതും ബലമുള്ളതുമായ മുള്ളുകളാണ് ഇതിനുള്ളത്. മുള്ളുകൾക്ക് ഏകദേശം 1.5 ഇഞ്ചോളം നീളമുണ്ട്. തടിയിലും ശിഖരങ്ങളിലും ധാരാളം മുള്ളുകൾ കാണപ്പെടുന്നു. പൂക്കൾക്ക് ശേഷം ഇതിലെ കായകൾ ഉണ്ടാകും. ഈ കായകളാണ് ഔഷധമായി ഉപയോഗിക്കുന്നത്. ആയുർവേദത്തിലെ പഞ്ചകർമ്മങ്ങളിൽ ആദ്യത്തേതായ വമനത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളിൽ പ്രധാനിയാണ് ഇതിന്റെ കായകൾ. മറ്റ് പല ഔഷധങ്ങൾ ഉണ്ടാക്കാനും ഈ സസ്യം ഉപയോഗിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കൂടുതൽ ഔഷധ സസ്യങ്ങളുടെ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.